സോ ഹലോ ഗൈസ്, ഞാനാണ് അതിഥി. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കണ്ടൻസർ മൈക്രോഫോണിനെ കുറിച്ചാണ്. അതായത് ഓഡിയോ അറേ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും പുതിയ AM-C1 എന്ന് പറയുന്ന കണ്ടൻസർ മൈക്രോഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ USB കണ്ടൻസർ മൈക്രോഫോൺ ലഭിക്കുന്നത്. എനിവേ ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ USB കണ്ടൻസർ മൈക്രോഫോൺ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ഷോക്ക് മൗണ്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു മൈക്രോഫോൺ സ്റ്റാൻഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ ക്ലാമ്പ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്ന ഒരു USB കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ 4 കേബിൾ ടൈസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ട്രൈപോഡും അതിനൊപ്പം ഒരു ക്ലിപ്പും ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു മൈക്ക് വിൻഡ് സ്ക്രീൻ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു പോപ്പ് ഫിൽറ്റർ ലഭിക്കുന്നുണ്ട്. ഫൈനലി യൂസർ ഗൈഡ് ആൻഡ് വാറണ്ടി കാർഡ്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി മൈക്രോഫോൺ ഇൻസ്റ്റാളേഷൻ ഒക്കെ വളരെ ഈസിയാണ് എന്ന് പറയുമ്പോൾ യൂസർ ഗൈഡ് നോക്കി നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ മൈക്രോഫോൺ നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ബൂമാമിൽ സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രൈപോഡിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ മൈക്രോഫോൺ ബൂമാമിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ടേബിൾ ക്ലാമ്പ് എടുത്തിട്ട് ഒരു ടേബിളിലേക്ക് ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മൈക്രോഫോൺ സ്റ്റാൻഡ് എടുത്തിട്ട് നമ്മുടെ ടേബിൾ ക്ലാമ്പിലേക്ക് ഇതേപോലെ അങ്ങ് കയറ്റി വെക്കുക. എന്നിട്ട് സൈഡിൽ കാണുന്ന നോബ് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഷോക്ക് മൗണ്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ മൈക്രോഫോൺ സ്റ്റാൻഡിന്റെ അറ്റത്തേക്ക് ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കണ്ടൻസർ മൈക്രോഫോൺ എടുത്ത് ആ ഷോക്ക് മൗണ്ടിലേക്ക് അങ്ങ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ USB കേബിൾ എടുത്ത് നമ്മുടെ മൈക്രോഫോണിലേക്ക് അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിൻഡ് സ്ക്രീൻ എടുത്ത് മൈക്രോഫോണിൽ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പോപ്പ് ഫിൽറ്റർ എടുത്ത് മൈക്രോഫോൺ സ്റ്റാൻഡിലേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി കിടക്കുന്ന വയർ നമ്മുടെ ബോക്സിനൊപ്പം കിട്ടി കേബിൾ ടൈസ് യൂസ് ചെയ്ത് നല്ലപോലെ അങ്ങ് ടൈ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൈക്രോഫോണിന്റെ ഇൻസ്റ്റാളേഷൻ. ഇനി ഈ മൈക്രോഫോണിൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് ഇതിന്റെ ബിൽഡിനെ കുറിച്ചാണ്. എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒരു മെറ്റാലിക് ബിൽഡിലാണ് ഈ മൈക്രോഫോൺ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു മൈക്രോഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൈക്രോഫോണിൻ്റെ പിക്കപ്പ് പാറ്റേൺ വരുന്നത് കാർഡിയോഡ് പോളാർ പാറ്റേൺ ആണ്. എന്ന് പറയുമ്പോൾ ഹാർട്ട് ഷേപ്പ്, ഈ ഹാർട്ടല്ല ഈ ഹാർട്ട് ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഓഡിയോ അറയുടെ ഈ ലോഗോ വരുന്ന സൈഡിൽ നിന്നുള്ള ഓഡിയോ ആയിരിക്കും ഈ മൈക്രോഫോൺ കൂടുതലായിട്ടും പിക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സിൽ നിന്നുള്ള ആംബിയൻ നോയ്സ് വളരെ കുറച്ച് മാത്രമേ പിക്കപ്പ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഈ മൈക്രോഫോണിനകത്ത് ഒരു പ്രൊഫഷണൽ സൗണ്ട് ചിപ്പ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ വെൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഓഡിയോ ആയിരിക്കും നമുക്ക് ഈ മൈക്രോഫോണിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. ഹലോ 1 2 3 സൗണ്ട് ചെക്ക് 1 2 3. സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഇൻബിൽറ്റ് മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. സോ ഇങ്ങനൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു ലാവ്ലിയർ മൈക്രോഫോണിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ക്വാളിറ്റിക്ക് എന്തുമാത്രം ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കാം. സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഒരു ലാവ്ലിയർ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. സോ ഇങ്ങനൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ ഓഡിയോ അറയുടെ AM-C1 എന്ന് പറയുന്ന കണ്ടൻസർ മൈക്രോഫോണിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ക്വാളിറ്റിക്ക് എന്തുമാത്രം ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കാം. സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഓഡിയോ അറയുടെ AM-C1 എന്ന് പറയുന്ന കണ്ടൻസർ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. സോ ഇങ്ങനൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ മൈക്രോഫോണിനൊപ്പം കിട്ടിയ മൈക്ക് വിൻഡ് സ്ക്രീൻ കൂടി യൂസ് ചെയ്തിട്ട് ക്വാളിറ്റിക്ക് എന്തുമാത്രം ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ എന്തായാലും മൈക്ക് വിൻഡ് സ്ക്രീൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചുകൂടി ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇനി എന്തായാലും നമുക്ക് മൈക്രോഫോണിനൊപ്പം കിട്ടിയ പോപ്പ് ഫിൽറ്റർ കൂടി ഒന്ന് യൂസ് ചെയ്തിട്ട് ക്വാളിറ്റിക്ക് എന്തുമാത്രം ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ എന്തായാലും പോപ്പ് ഫിൽറ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ പോപ്പ് ഫിൽറ്റർ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നീട് ഈ പോപ്പ് ഫിൽറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോപ്പ് സൗണ്ടുകൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ കണ്ടൻസർ മൈക്രോഫോൺ മാക് OSലും വിൻഡോസിലും കമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒരു OTG അല്ലെങ്കിൽ അഡാപ്റ്റർ മേടിച്ചാൽ മാത്രം മതി. കറൻ്റ്ലി ഞാനിപ്പോൾ എൻ്റെ സ്മാർട്ട് ഫോണിലാണ് ഈ ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു PC-യിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനാണ്. കാരണം ഇതൊരു USB കണ്ടൻസർ മൈക്രോഫോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടണമെങ്കിൽ PC-യിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി Audacity പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി കണ്ടൻസർ മൈക്രോഫോണിന് നമുക്ക് 1 ഇയർ വാറൻറ്റി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനലി ഈ കണ്ടൻസർ മൈക്രോഫോണിൻ്റെ ആമസോൺ പ്രൈസ് വരുന്നത് 2999 രൂപയാണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് ആമസോണിലും ഒപ്പം തന്നെ ഓഡിയോയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.